സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. സംസ്കൃതിയുടെ ക്രമപ്പെടുത്തലുകൾക്കപ്പുറത്ത് ജനതകൾ ജീവിതം നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തതിൻ്റെ ആത്മരേഖകളാണ് നാടൻ കലകൾ. അസങ്കീർണമായ ഉൽപാദന വ്യവസ്ഥകളിൽ പിറവികൊണ്ട ജൈവവും നിരക്ഷരവുമായ ആവിഷ്കാരങ്ങൾ. കാലമാണ് അവയുടെ സൃഷ്ടാവ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായ്മൊഴികളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഋതുത്സവങ്ങളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ടവ. അവയിൽ പൊയ്പോയ കൂട്ടുജീവിതത്തിൻ്റെ ഓർമ്മകൾ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത സമൂഹങ്ങൾ അതിജീവനത്തിനായി നടത്തിയ പോരാട്ടങ്ങളുടെയും നേരിട്ട പീഡനങ്ങളുടെയും നേടിയ ജയപരാജയങ്ങളുടെയും അബോധത്തിൽ സൂക്ഷിച്ച സ്വപ്നങ്ങളുടെയും അവരെ മുന്നോട്ട് നയിച്ച വിശ്വാസങ്ങളുടെയും മന്ത്രപേടകങ്ങളാണ് നാടൻ കലകൾ. നാടൻ പാട്ടുകളെയും നാട്ടുകലാരൂപങ്ങളെയും പുനരാവിഷ്കരിക്കുന്നതിലൂടെ ആധുനിക സമൂഹം സ്വന്തം വംശീയ പഴമകളെ കണ്ടെത്തുക കൂടിയാണ് ചെയ്യുന്നത്. പാലക്കാട്ടെ കാവേറ്റം നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രൊഫസർ ചന്ദ്രൻ സമൂഹാബോധത്തിൽ സുപ്തമായ പാരമ്പര്യത്തിൻ്റെ ഉറവുകളെ ഉണർത്താനാണ് ശ്രമിക്കുന്നത്. സാംസ്കാരിക നരവംശാസ്ത്രത്തിന് പഠന വിഷയമാവേണ്ട ഒട്ടേറെ നാശോന്മുഖ പ്രാചീന കലാരൂപങ്ങൾ ഇന്നും നിലനിൽക്കുന്ന പാലക്കാടൻ വള്ളുവനാടൻ ഭൂമികയിൽ നിന്ന് നിരവധി പാട്ടുഗണങ്ങൾ ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും അരങ്ങിലെത്തിക്കുകയും ചെയ്തു പ്രൊഫസർ ചന്ദ്രൻ. ഗായകനും മേളവാദകനും ഗവേഷകനും അവതാരകനുമായ പ്രൊഫസർ ചന്ദ്രൻ വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ ഒരു സ്വത്വാന്വേഷണത്തിൻ്റെ കഥ കൂടിയാണ് പറയുന്നത്. ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഈ പ്രൊഫസറുടെ അക്കാദമിക വിഷയം സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും പാരമ്പര്യ നാടൻ കലാപ്രകടനത്തിൻ്റെയും പഠനത്തിൻ്റെയും മേഖലയിലാണ് ഇദ്ദേഹം സ്വത്വമുദ്ര പതിപ്പിച്ചത്. നാടൻ പാട്ടുകൾ നാടിൻ്റെ പാട്ടുകളാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച പാട്ടുകളാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചും മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും പണ്ടുള്ള ആൾക്കാർ പാടി നടന്ന പാട്ടുകളാണ് യഥാർത്ഥത്തിൽ നാടൻ പാട്ടുകൾ. അത് അവരുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ്. അവരൊരിക്കലും ഇതൊരു പ്രൊഫഷണലായിട്ട് ഉള്ള കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവർ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ, അവർക്ക് പ്രതികരിക്കേണ്ട കാര്യങ്ങൾ അവർ കാണുന്നു, അവർക്ക് കഴിയുന്ന രൂപത്തിൽ അവർ പ്രതികരിക്കുന്നു. അത് നാടൻ പാട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കുറേയധികം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നാടൻ പാട്ടിൻ്റെ ഗണത്തിൽ തന്നെ അത് വരും. ഏറ്റവും കൂടുതൽ ഞാൻ താല്പര്യപ്പെടുന്നത് അനുഷ്ഠാനപരമായി പാടുന്ന പാട്ടുകളാണ്. ആമൂലം പോരാടം മുന്നുച്ചയ്ക്ക് മൂടലോടെ പിറന്നോ വെള്ളം നാട്ടിലിരുന്നാലോ നാടും കേടും വീട്ടിലിരുന്നാലോ വീടും കേടും. അത്തരം പാട്ടുകൾ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പോൾ താളിയോലയിലായിരിക്കും മിക്കവാറും അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക പഴയകാലത്ത് ആൾക്കാർ. ചിലത് രേഖപ്പെടുത്തി വെച്ചിരിക്കില്ല. ഇപ്പോൾ ഈ പല പാട്ടുകളും പാരമ്പര്യമായിട്ട് പാടി വരുന്നത് മാത്രമേ ആരും എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ പോയി നേരിട്ട് കണ്ട് അവരെ കൊണ്ടത് പാടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കാറുണ്ട്.
ഈ പുതിയ തലമുറ നാടൻ പാട്ട് എന്ന രൂപത്തിൽ എഴുതി ഉണ്ടാക്കുന്നതിൽ വലിയൊരു മൂല്യം അതിന് കൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. ചില സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരിക്കാം എന്നല്ലാതെ പഴയ തലമുറ പാടി വന്ന പാട്ടുകളുടെ മൂല്യമോ അതിൻ്റെ നാട്ടറിവുകളോ അതിൻ്റെ താളബോധമോ ഒന്നും തന്നെ പ്രദാനം ചെയ്യാൻ ഇന്നത്തെ പുതിയ തലമുറ എഴുതി വരുന്ന നാടൻ പാട്ടുകൾക്ക് ഒരു പരിധിവരെ കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നാനൂറ്റമ്പത് കൊല്ലം മുമ്പ് വള്ളുവനാടൻ പാടത്ത് ചേറിൽ പണിയെടുക്കുന്നതായ ഒരു തൊഴിലാളി ആ നിരക്ഷരനായ മനുഷ്യൻ്റെ ആ പ്രാകൃതമായ മനസ്സിൽ നിന്ന് വന്ന ആ വരി പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി മൂത്തുകുത്തും ഞാൻ എന്നാണ്. വാസ്തവത്തിൽ ഇത്ര ശക്തമായ അയാൾക്ക് തനിക്ക് കയ്യിൽ ഈ ഒരൊറ്റ ഐതിയുള്ളൂ പാട്ട്. എൻ്റെ പ്രക്ഷുബ്ധമായ മനസ്സിൻ്റെ പ്രക്ഷുബ്ധത സമൂഹത്തെ അറിയിക്കാൻ ഈശ്വര എൻ്റെ കയ്യിലൊരു പാട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചൂട്ടുകെട്ടി കത്തിച്ച് മൂത്തുകുത്തുന്നതാണ്. ആ കവിതയുടെ സൗകുമാര്യം അത് ഈ ചേറിൽ നിന്ന് പറിച്ചെടുത്ത ഒന്നാണ്. അത് ആധുനിക കവിതയിൽ കൂടി ഇത്രയും ക്ലാരിറ്റിയുള്ള ഇത്രയും ശക്തമായ ഒരു വരി ഞാൻ കണ്ടിട്ടില്ല. ഒറ്റപ്പാലം പനമണ്ണ പറങ്കോണൻ പൂജാരിയുടെയും ചെറോണയുടെയും നാലാമത്തെ മകൻ ചന്ദ്രന് അനുഷ്ഠാനങ്ങളും നാടൻ വാദ്യവാദനവും തോറ്റമ്പാട്ടുകളും സ്വാഭാവിക പ്രകൃതി തന്നെയായിരുന്നു. ചെണ്ട, പറ, തുടി, ഉടുക്ക് തുടങ്ങിയ വാദ്യങ്ങളും തിറ, പൂതൻ, കൈക്കൊട്ടിക്കളി, കോൽക്കളി തുടങ്ങിയ കലകളും കുട്ടിക്കാലത്തെ ഇദ്ദേഹം പരിചയപ്പെട്ടു. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ചന്ദ്രന്റെ പഠനവും ജീവിതവും അനായാസകരമായിരുന്നില്ല. 1970കളിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു ഇദ്ദേഹം. ഒപ്പം ക്യാമ്പസുകളിൽ നാടൻ പാട്ടുകളുടെയും കലാപ്രകടനങ്ങളുടെയും പ്രയോക്താവായി ശ്രദ്ധ നേടുകയും ചെയ്തു. സർക്കാർ കോളേജ് അധ്യാപകനായി, സംഘടനാ പ്രവർത്തകനും സമര നേതാവുമായി. തിരക്കേറിയപ്പോഴും ജനതാ പഠനങ്ങൾ ചന്ദ്രൻ ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. കാവേറ്റം പാട്ടുകൂട്ടവും കാവേറ്റം ട്രസ്റ്റും ഇതിൻ്റെ അരങ്ങുകളായി.